Hi friends, welcome back to Spice and Chills. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് കരുതട്ടെ. ഇന്നത്തെ വീഡിയോയിൽ ഒരു അല്പം ചേഞ്ച് ഉണ്ട്. ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഞാനല്ല, എൻ്റെ വൈഫാണ് ചെയ്യുന്നത്. ഇത്ര നാൾ ക്യാമറയുടെ പുറകിലായിരുന്നു അവൾ എഴുതിയത്. അപ്പോൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്ന റെസിപ്പി അവളുടെ ഫേവറേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഐ വാണ്ട് ഹെർ ടു ഷെയർ ദാറ്റ് റെസിപ്പി വിത്ത് യു. ഹലോ എവരിവൺ, നമസ്കാരം. എൻ്റെ പേര് ദീപ. അനിൽ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, ഞാൻ അനിലിൻ്റെ വൈഫാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് കുറച്ചധികം വെജിറ്റബിളും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഇന്ത്യൻ ചൈനീസ് ഫ്യൂഷൻ എന്ന് പറയാം. കാരണം കുറച്ച് എരിവും കുറച്ച് സോസുകളും ചൈനീസ് സോസുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. നമുക്കെന്നാൽ ഇൻഗ്രീഡിയൻസിലായിട്ട് കിടക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് കൂൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെക്കാൻ കാരണം ഇപ്പം നമ്മളൊരു ചൂടോട് കൂടിയ റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഈ റൈസ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്കറിയാമല്ലോ, ചിക്കനാണ്. ഇത് ഞാനൊരു 500 ഗ്രാം ഒരു ബോൺലെസ് ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കനെ ഞാൻ എന്താ പറയുക, ഈ സ്ട്രൈപ്പായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടേക്കണേ കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫുൾ മീലാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് വേറൊരു സൈഡ് ഡിഷിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇപ്പം ഞാനിവിടെ വെജിറ്റബിൾ ഇവിടെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ഉള്ള ഏത് വെജിറ്റബിൾ ആണോ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് എൻ്റെ ഫ്രിഡ്ജിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ബീൻസ്, ഇത് കുറച്ച് സെലറി, എന്താ പറയുക, ഇത് ക്യാപ്സിക്കം, കൊറിയാണ്ടർ ലീവ്സ്, സ്പ്രിംഗ് ഓണിയൻ, ക്യാരറ്റ്, പിന്നെ ഒരു 1.5 മീഡിയം സൈസ് സവാള. അപ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസിലോട്ട് കിടക്കാം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗാർലിക്ക്, കുറച്ച് ജിഞ്ചർ. ഇത് ലെമൺ ഗ്രാസ് ആണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇത് നമുക്ക് നല്ല ഒരു ഫ്ലേവർ ഈ നമ്മുടെ ഫ്രൈഡ് റൈസിന് കൊടുക്കും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇൻഡോ ചൈനീസ് മിക്സ് ഡിഷാണ്. മെയിൻ സോസ് സോയാ സോസ്, ചില്ലി സോസ്. പിന്നെ ഞാനിവിടെ 2 എക്സ്ട്രാ സോസുകൾ എടുത്തിട്ടുണ്ട്. അതൊരു ഓപ്ഷണലാണ്. ഇതൊരെണ്ണം എന്താ പറയുക, സ്വീറ്റ് സോയ എന്ന് പറഞ്ഞ് ഇവിടെ അവൈലബിൾ ഉണ്ട്. പിന്നെ ഫിഷ് സോസ്, അത് എല്ലായിടത്തും അവൈലബിൾ ആണ്. സോൾട്ട്, ടേസ്റ്റ് ആൻഡ് ഓയിൽ. അപ്പോൾ ഒരു സിമ്പിൾ പ്രിപ്പറേഷൻ ഉണ്ട് നമുക്ക് ഈ ചിക്കന് വേണ്ടി. ആക്ച്വലി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ എന്താ പറയുക, നേരത്തെ ഒരു 20 മിനിറ്റ്സ് മതി നമുക്കൊന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചാൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. ഇപ്പം ഞാനൊന്ന് മാരിനേഷൻ കാണിക്കണേണ് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞാനൊരു 2 ടീസ്പൂണാണ് ഇട്ടേക്കണത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, സോൾട്ട് നമുക്ക് ആവശ്യത്തിന്. ഞാൻ ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണേണ്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, നമ്മളുടെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ നല്ലവണ്ണം ചൂടായ എണ്ണയിൽ നമ്മളുടെ ഈ ചിക്കൻ പീസ് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിതിനൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നതാണ്. നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് ഇനി നമ്മുടെ ബാക്കിയുള്ള കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾ എല്ലാം നമ്മൾ സോട്ട് ചെയ്യണത്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റി. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഇപ്പോഴും അതിൻ്റെ തരികളൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട് ചിക്കൻ്റെ. ഞാനതൊരിക്കലും കളയാറില്ല. ഞാൻ ആ സെയിം തരികളോട് കൂടി തന്നെയാണ് ബാക്കിയുള്ള വെജിറ്റബിൾ എല്ലാം സോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചൂടായ എണ്ണ ഓൾറെഡി എണ്ണ ചൂടാണ്. നമ്മൾ അതിനകത്തോട്ട് ഈ ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കും ആദ്യം. അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചോപ്പ് ചെയ്ത ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒണിയൻ ഒരുവിധം സോട്ടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ആദ്യം ഇതിനകത്തോട്ട് ആ ബീൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ബീൻസ് അരിഞ്ഞിട്ടുണ്ടേനെ, ക്യാരറ്റ്. ഈ സമയത്ത് ഞാൻ നമ്മുടെ ആ ലെമൺ ഗ്രാസ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഒരിക്കലും ഈ വെജിറ്റബിൾ ഭയങ്കര ഫുള്ളി കുക്കഡൊന്നും ആക്കില്ല. കാരണം ഫ്രൈഡ് റൈസിന് നമുക്കൊരു ക്രഞ്ചിനെസ് ആവശ്യമാണേ. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ സെലറി, ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഈ സമയത്ത് ഈ വെജിറ്റബിളിലോട്ട് ഒരു കുറച്ച് സോൾട്ട്, വളരെ കുറച്ച് ഇടുള്ളൂ കേട്ടോ. കാരണം നമ്മളുടെ സോസിനൊക്കെ ഉപ്പുള്ളതുകൊണ്ട് വളരെ കുറച്ച് സോൾട്ട് ഇടുള്ളൂ. സോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു എന്താ പറയുക ഒരു ഫ്ലേക്സ്, ചില്ലി ഫ്ലേക്സ്. നമുക്ക് എരിവ് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒന്ന് മൂക്കണ വരെ ഞാനൊന്ന് ഇടുന്നതാണ്. കാരണം ഒരു അതിൻ്റെ കുത്തു പോകണം. ഈ സമയത്താണ് നമ്മുടെ സോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ എനിക്കൊരു സ്വീറ്റ് സോയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞാനിവിടെ ആഡ് ചെയ്യുന്നതാണ്. അതിന് വേറൊരു ടേസ്റ്റാണ് ഇതിന്. ഒന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സിലോട്ട് ഞാൻ നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാം ഈ പാത്രത്തിൽ ഈ വെജിറ്റബിളും ചിക്കനും കൂടി നിറഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരേ. അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിൽ നിന്ന് ഒരു ഹാഫ് മിക്സ് എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണം കേട്ടോ. ഞാനിതിനകത്തൊരു ഹാഫ് റൈസ് ഇടണം കേട്ടോ. സ്പ്രിംഗ് ഓണിയനും നമ്മുടെ കൊറിയാൻഡർ ലീവ്സും ഹാഫ് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, സോസ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഫിഷ് സോസ് ഇട്ട് ഇത് ഫിനിഷ് ചെയ്യണേ കേട്ടോ, ഫസ്റ്റ് ബാച്ച്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ ഫിനിഷ് ആവാനാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴും പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഉച്ചക്ക് ലഞ്ചിന് ഒരു നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസാണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഞങ്ങളുടെ ഈ ചാനൽ സ്പൈസ് ആൻഡ് ചിൽസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ആൻഡ് ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്, നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.